ഹലോ ഫ്രണ്ട്സ്, വർണ്ണ ഡിസൈനേഴ്സ് ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർണ്ണ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സൊല്യൂഷൻസിന്റെ ഒഫീഷ്യൽ പോഡ്കാസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസൈനർ മിസ്റ്റർ റെബി മാത്യു. സർ നിരവധി സപ്ലൈസ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് വർണ്ണ ഡിസൈൻസിന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ? ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വരുന്ന സമയത്ത് ആ ഡിസൈനിങ് പ്രോസസ്സിൽ നമുക്ക് ആവശ്യമുള്ളത് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ്. അപ്പം ചില സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള പല മെറ്റീരിയൽസ് വന്നിട്ടുണ്ടാവും മാർക്കറ്റിൽ, ചില സമയത്ത് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ അത് എല്ലാതും ഉണ്ടാവും. അപ്പം നമുക്ക് ഡിസൈൻ പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റോറിലാണ് എന്തൊക്കെയാണ് ഇരിക്കണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഓൾമോസ്റ്റ് വിലകളും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഒരു പ്രോജക്റ്റ് ബഡ്ജറ്റഡ് ലെവലിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിതിനൊക്കെ പോണ സമയത്ത് ചിലപ്പോൾ ക്ലയൻറ്റിനെയും ഈ ഡിസൈൻ പ്രോസസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ ക്ലയൻറ്റിനെയും കൂട്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റോറുകളിൽ വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എനിക്കൊരു ഞാൻ എളുപ്പത്തിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് വർണ്ണ. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലൈവുഡ്സ് ഉണ്ട്, എല്ലാ മെറ്റീരിയൽസും. കാരണം ക്ലയൻറ്റിന് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല, അവർക്ക് മെറ്റീരിയലിനെ കുറിച്ച് ധാരണകൾ ഉണ്ടാവില്ല. അപ്പം പ്ലൈവുഡ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മളവർ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും. അയൺമൻ ഗ്രീസ്, എല്ലാ ഫിനിഷസും, അത് ആ ഒരു ടോട്ടൽ പാലറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ടോട്ടൽ പാലറ്റ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സ്ഥലമാണ് ഈ ഒരു എൻ്റെ ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഫിനിഷസ്. നമുക്ക് എല്ലാ ഫിനിഷസും ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മളിവിടെ വരുന്നു, ഇതാണ് പ്രോഡക്റ്റ്, ഇന്നത് മെറ്റീരിയലാണ്, ഇന്നതാന്ന് പറഞ്ഞിട്ട് നമുക്കിതൊരു എക്സ്പീരിയൻസ് സ്റ്റോറാണ് ശരിക്കും പറഞ്ഞാൽ. ഇതാണ് നമുക്കുള്ള ഗുണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും പല സാധനങ്ങളുണ്ടായിരിക്കും, ചില സ്ഥലത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് പറഞ്ഞാൽ എനിക്ക് എല്ലാ സാധനങ്ങളും ഉറപ്പായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാറുണ്ട്. അതാണ് നമുക്ക് വർണ്ണയായിട്ടുള്ളൊരു വ്യത്യാസം പറയാനുള്ളത്. സർ, ക്വാളിറ്റി പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വർണ്ണ DC ബ്രാൻഡ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചതായിട്ട് സാറിന് അറിയാം. അപ്പോൾ ഹൈ ക്വാളിഫൈഡ് പ്രൊഡക്ട്സ് റിഫൈൻഡ് ചെയ്തിട്ടാണ്, അതായത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ സാറിന്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സാർ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ഡിസംബറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ തന്നെ. അതൊരു വോക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏറ്റവും വലിയ ഡൈനിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്കുള്ളത്. അതായത് ഒരു ഓൾമോസ്റ്റ് 300 പാക്സിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ് വരുന്നത്. അപ്പം അവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു പ്ലൈവുഡിനെ കുറിച്ചിട്ട്. അപ്പോൾ പ്ലൈവുഡ് കുറേ മെറ്റീരിയൽസ്, നമ്മൾ എപ്പോഴും സസ്റ്റൈനബിലിറ്റീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വീണ്ടും ഒരു പ്രോഡക്റ്റ് വന്ന് അത് അടുത്ത മെറ്റീരിയൽ പൊതിഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലൈവുഡ് എന്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതായത് എന്തുകൊണ്ട് പ്ലൈവുഡുമ്പോൾ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്ലൈവുഡ് തന്നെ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫൈസലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം സജസ്റ്റ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് നോർമൽ ഈ DC റേഞ്ചിൽ വരുന്ന ആ പ്രോഡക്റ്റ് 710 ഗ്രേഡുള്ള പ്രോഡക്റ്റ്, നോർമൽ ഗ്രേഡുള്ള അത് കാലിബ്രേറ്റഡ് നല്ല ഫിനിഷുള്ള സംഭവം തന്നു. അതിൻ്റെ വെനീറിൻ്റെ ടെക്സ്ചേഴ്സ് ആയാലും ഓരോ ഫിനിഷും നല്ലതായിരുന്നു. ഞങ്ങൾ നേരെ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് അത് തന്നെയാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്, അത് തന്നെ പോളിഷ് ചെയ്യാൻ പോവുക. ആ ഒരു പ്ലൈവുഡ് തന്നെ സാധാരണ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കാറില്ല, അതുമ്പോൾ വേറെ ഫിനിഷസ് ചെയ്യും. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ പ്രോഡക്റ്റിന്, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതിലിപ്പം ഗ്ലാസ് ഈ പ്രോജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഹണികോംബ് പുതിയൊരു ഗ്ലാസ്സാണ്, എല്ലായിടത്തും ഇറങ്ങി വരുന്നുള്ളൂ. കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നത് നമ്മുടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് വേണമെങ്കിൽ കണ്ടു കാണും. അപ്പം ആ ഫ്ലൂട്ടഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് പകരമല്ല ഞാൻ പറയുന്നത്, പുതിയത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹണികോംബാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് നമുക്ക് വരുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നു ആ ഒരു DC റേഞ്ച്. അത് തീർച്ചയായിട്ടും ആ DC റേഞ്ച് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. കാരണം കുറച്ച് പ്രോഡക്റ്റേ ഉള്ളൂ, പക്ഷേ അത് എല്ലാം ക്യൂറേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. നമുക്ക് വേണമെങ്കിൽ വെൽ ക്യൂറേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വിഷൻസിനെ നമ്മുടെ DC ബ്രാൻഡിലൂടെ നമുക്ക് സക്സസ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും. സാർ ഇതിനോട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് സന്തോഷം എന്നുള്ളത് കേട്ടാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതെ തീർച്ചയായിട്ടും. ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ഈ റേഞ്ച് നമുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി, ഇത് എങ്ങനെയാണ്, അത് പ്രൈസ് കൂടുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ കുറേ കൂടി എല്ലാവർക്കും അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു റേഞ്ചാണ് ഞാൻ ഈ കണ്ട DC ബ്രാൻഡ്. സാറിന് അറിയാലോ, കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ട്രെൻഡും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിസൈനർ എന്ന നിലയിൽ ഇനി വരുന്ന 2026 എന്തെല്ലാം ചേഞ്ചസ് ആവും നമ്മുടെ ഈ ട്രെൻഡിൽ കൊണ്ടുവരാൻ സാധിക്കുക? എന്തായിരിക്കും സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ? എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക്? തീർച്ചയായിട്ടും, അതായത് 2026 എന്ന് പറയുന്നത് ഒരു എല്ലാ ഡിസൈനേഴ്സും ആർക്കിടെക്ട്സൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ട്രെൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഷോർട്ട് സ്പാനാണ് ഡിസൈനുകൾക്ക് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുമ്പൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു 10 വർഷത്തേക്കായിരുന്നു. ഇപ്പം ഞങ്ങൾ ഡിസൈൻ ചെയ്യണത് തന്നെ അതായത് കുറച്ച് നാളത്തേക്ക് വേണ്ടി ഡിസൈനുകൾ മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ട്രെൻഡുകളിൽ ഇനി വരാൻ പോകുന്ന ഫേർണിച്ചർ രീതികളും ലേഔട്ടുകളിലൊക്കെ വരാൻ പോകുന്നത് കുറച്ചും കൂടി മൂവബിൾ ആയിട്ടുള്ള 26 നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് മൂവിങ് ഫേർണിച്ചേഴ്സിന് ഡിമാൻഡ് കൂടും. അതായത് നമുക്ക് ഇടയ്ക്ക് ലേഔട്ട് മാറ്റണം ആൾക്കാർക്ക്. അതായത് ഇപ്പോഴത്തെ ആൾക്കാരുടെ രീതി തന്നെ നോക്കാം. നമ്മളിപ്പം ഇൻസ്റ്റാ കാലഘട്ടത്തിലാണ് എല്ലാം പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾ ഷോർട്ട് സ്പാന് ഉള്ളൂ. ശരിക്കും ഒരു സാധനം എൻജോയ് ചെയ്യണത് തന്നെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അപ്പം അത് ഡിസൈനിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ബോറടിക്കാന്ന് പറയുന്ന അവസ്ഥ പലർക്കുണ്ട് ആൾക്കാർക്ക്. അപ്പം ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെയർ ഇട്ടു, ഈ ലേഔട്ട് ഇട്ടു, കുറച്ച് കഴിയുമ്പോൾ ഇത് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം ഈസി ആയിട്ട് കുറേ കൂടി മൂവബിൾ ഫർണിച്ചർ ചെയ്യാൻ പറ്റും. അത് ഈ ഫർണിച്ചർ ലേഔട്ടിങ്ങിലുള്ള ഒരു സംഭവങ്ങൾ. അപ്പം ആൾക്കാർ ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കുറച്ച് മുമ്പ് റൺ ചെയ്തിരുന്ന ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടംപററി ആയിരുന്നു. അതുമാതിരി തന്നെ പല സ്റ്റൈലുകളുണ്ടായിരുന്നു. ഇപ്പം ഈ വർഷം ശരിക്കും ഓടിയിരുന്നത് ബൊഹീമിയൻ തീമുകൾ ഓടിയിരുന്നു. അത് കുറച്ചും കൂടിയും അടുത്ത ലെവലിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു 70s to 90s കാലഘട്ടത്തിലുള്ള കളർ പാലറ്റാണ് ഇനി വരാൻ പോണേ. അതിൽ പല ജനറേഷനും പല രീതിയിലാണ് ഡിസൈൻ വരാൻ പോണത്. നമുക്ക് പെർട്ടിക്കുലറായിട്ട് ഇന്നതാണ് ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം പല മാസങ്ങളും പലതും കയറി ഇറങ്ങി നിൽക്കും. ലൈക്ക് നിയോൺ കളേഴ്സ്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്നൊരു കളർ ഒരു രീതിയുണ്ട്, ആ പാറ്റേൺ ഉണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ മാക്സിമലിസം. മുമ്പ് മിനിമലിസം നമ്മൾ സംസാരിച്ചിരുന്നു, ഇപ്പം മാക്സിമലിസമാണ് ഇനി വരാൻ പോണത്. അതായത് കുറേ കൂടി ലൗഡായി തുടങ്ങും. കുറേ സാധനങ്ങൾ വരും, ഫേർണിച്ചേഴ്സ്, ഫിനിഷസ് എല്ലാം ലൗഡാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇതിനൊരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും ഇനി ഡിസൈനർ ആവാൻ പോകുന്ന ഒരു കാലഘട്ടം. ഉണ്ട്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് AI വരുന്നുണ്ട്. മുമ്പ് റെഫറൻസുകളായിരുന്നു, ഇപ്പം വെറുതെ ഒരു സ്പേസ് എടുത്ത് ചുമ്മാ ഇതാ. പക്ഷെ ഈ സാധനം പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ AI വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നല്ലൊരു റൂമിലേക്ക് ഒരു ഭാഗം കണ്ടുപിടിച്ച് അത് ഇത്രയും പ്രൈസ് ഉണ്ടെന്നൊന്നും അറിയാതെ അവിടെയാണ് ക്ലാഷ് വരിക. ഇങ്ങനത്തെ സ്റ്റോറുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഡിസൈൻ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ചിലപ്പം ഒരു വിഷ്വൽ മാത്രം കിട്ടും, അതിൻ്റെ പ്രപ്പോർഷൻ ശരിയാവണമെന്നില്ല, അതിൻ്റെ കളർ സ്കീം ആവണമെന്നില്ല, മെറ്റീരിയൽ അവൈലബിൾ ആണെന്നില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്റ്റോറുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. കാരണം ആൾക്കാർ ഇനി ഒരു സാധനം ഡിസൈൻ കണ്ടു കഴിഞ്ഞാലോ, ഒരു സാധനം ഇപ്പം തന്നെ മൊബൈലും കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ ഡിസൈൻ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഈ ഫിനിഷസ് കൊടുക്കേണ്ടതാണ് നമ്മളുടെ ആവശ്യം. ഇപ്പം ലൈക്ക് നിങ്ങൾ ഷോപ്പ്, നിങ്ങൾ സ്റ്റോറ്, ബ്രാൻഡുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് അങ്ങനത്തെ അവരെ സെർവ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഡിസൈനേഴ്സിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് അതും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിപ്പോൾ എല്ലാം അഡാപ്റ്റബിളായി നിന്നുകൊണ്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം കളർ പാലറ്റിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലേയുടെ കളറ്, ക്ലേ അങ്ങനത്തെ കുറച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് ശരിക്ക് പാൻറ്റോൺ റിലീസ് ചെയ്യുന്ന കളർ സ്കീമാണ് പൊതുവെ എല്ലാവരും എടുക്കുന്നത് കളർ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ വർഷത്തെ ഇപ്പോൾ ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ക്ലേയുടെ കളറ്. അങ്ങനെ ഒരു 3-4 കളേഴ്സ് ഉണ്ട്. മ്യൂട്ടഡ് റോസ് എന്നൊക്കെ പറയുന്ന കളേഴ്സ് ഉണ്ട്. അങ്ങനെ പല കളർ ട്രെൻഡ്. അത് പക്ഷേ ബിസിനസ്സിൻ്റെ ഒരു കളിയാണ്. അതെന്ന് വെച്ചാൽ ആ കളർ പാലറ്റിനെയാണ് ഫാഷൻ ഇൻഡസ്ട്രി നോക്കുക. പിന്നെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഇപ്പോൾ ലൈക്ക് ലീഡിങ് പെയിൻറ്റ് കമ്പനിക്കാർ അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കണക്റ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുക.
അതിപ്പോൾ ഈ മാസങ്ങളിലാണ് നടക്കുക. ലൈക്ക് ഡിസംബറിൽ ഇപ്പം എല്ലാവരും അനൗൺസ് ചെയ്ത് തുടങ്ങും. ഇല്ലില്ല, ഇതെല്ലാം പേസ്റ്റൽ കളേഴ്സ് ഉണ്ടായിരിക്കും, ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. എല്ലാതും ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതാകെ കൺഫ്യൂഷൻ വരുന്ന കൊല്ലങ്ങളാണ് ഈ 26. 26-ൽ 27 വരെ ഇത് ഒരു കൺഫ്യൂഷൻ വന്ന് സെറ്റിലാവണം കൃത്യമായിട്ട്. എല്ലാവർക്കും തോന്നും എല്ലാവർക്കും എല്ലാതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അവിടെയാണ് മിസ്സിങ് പറ്റുക. അതാണെന്ന് വെച്ചാൽ പ്രപ്പോർഷനുകൾ മാറും, ഇതുകൾ മാറും, കോൺസെപ്റ്റുകൾ മാറും, കളർ സ്കീമുകൾ മാറും. മൊത്തം ഒന്ന് എന്താ പറയുക, ഒരു ഷഫിൾ ഉണ്ടാവുന്ന കൊല്ലങ്ങളാണ് ഈ കൊല്ലങ്ങൾ. അതിൽ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഡിക്ഷനിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മോഡേൺ ഹെറിറ്റേജ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നമ്മുടെ കയ്യിൽ നൊസ്റ്റാൾജിക് ചില സാധനങ്ങളുണ്ടാവും, അതിനെ വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. എപ്പോഴും ഒരു ഓൾഡ് പീസ് എപ്പോഴും നമ്മളുടെ പുതിയ മോഡേൺ ഡിസൈനിലും വരാം. അത് പലരുടെ പേഴ്സണൽ കണക്ട് ഉള്ളതുകൊണ്ട് അത് സാധ്യതയുണ്ട് വരാനായിട്ട്. ഷഫിളാണ്, മൊത്തം ഒരു ഷഫിളാണ് ഉണ്ടായിരിക്കുക. ഉണ്ടാവും ഉറപ്പായിട്ട്. നമ്മൾ എന്തായാലും നമ്മളും അഡാപ്റ്റബിൾ ആവണം. വന്നു എന്ന് വിചാരിച്ച് മാറിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞ ടീമിൻ്റെ അടുത്ത്, നിങ്ങളുടെ ടീം വരുന്ന സമയത്ത് നമുക്ക് ചില മെറ്റീരിയൽസ് നമ്മൾ ഡിസൈൻ ചെയ്യുകയോ ഡ്രീം ചെയ്യണ സമയത്ത് നമുക്ക് ചില ഫിനിഷസ് ചിലപ്പോൾ ഇവർ കാണിക്കുന്ന സമയത്ത് ഇവർ പ്രിക്വയർ ചെയ്ത് തരാറുണ്ട്. നമ്മൾ പല സൈറ്റുകളിലും അങ്ങനത്തെ പുതിയ ഫിനിഷുകൾ കിട്ടാറുണ്ട്. അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾ കേരളയിൽ തന്നെ നിങ്ങളുടെ പേരും അതുമാതിരിയല്ലേ നിൽക്കുന്നത്. അതന്നെ, തീർച്ചയായിട്ടും അത് ഇറക്കിയത് തന്നെ ഒരു വലിയ ആ ഒരു സെഗ്മെന്റ് നന്നായിരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഞങ്ങളുടെ ഇടയിൽ തന്നെ സംസാരിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി സ്റ്റാൻഡേർഡ് ഗ്ലാസും പ്ലൈവുഡിനപ്പുറം എന്തായിരിക്കും 2026 അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് എന്തെല്ലാം ടെക്നോളജി ആയിരിക്കും ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്? ടെക്നോളജി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി വരാൻ പോകുന്നത് സ്മാർട്ട് ഗ്ലാസിൻ്റെ കാലഘട്ടം വരാം. അതുപോലെ തന്നെ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. അതായത് ഇപ്പോൾ കുറേ ഫിനിഷസും കുറേ സംഭവങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ആയിട്ട് മാറണം. ഇത് വേസ്റ്റായിട്ട് മാറാൻ പാടില്ല. അപ്പം ഇതെല്ലാം റീസൈക്കിൾ ചെയ്യണം ഒരു ലെവലിൽ വെച്ചിട്ട്. ആ റീസൈക്കിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. ഹ്യൂമൻ കൈൻഡിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇപ്പം ഒരു കോമൺ ആയിട്ട് ഒരു ചർച്ച നടക്കുന്ന ഒരു സംഭവമുണ്ട്. PVC ബോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നത് അത് വേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സസ്റ്റൈനബിൾ അല്ല, വേസ്റ്റ് അല്ലേ എന്ന്. പക്ഷേ നടക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന കാർ കേസിങ്, കിച്ചന് വേണ്ടിയിട്ട് നമ്മൾ കാർ കേസിംഗ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അത് പ്ലൈവുഡ് യൂസ് ചെയ്തിരുന്നു. ഈ പ്ലൈവുഡ്സൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ദ്രവിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് PVC ബോർഡ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു നിലയ്ക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ബാക്കി എല്ലാവരും എങ്ങനെയാണ് അതിനെടുക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ അത് കുറേ കൂടിയും സസ്റ്റൈനബിൾ പ്രോഡക്റ്റാണ്. കാരണം ആ മെറ്റീരിയൽ നമ്മൾ അത് കേടാവില്ല, ഒന്നാമത്തെ കാര്യം. അത് കുറേ നാളുകൾ നിൽക്കും. പിന്നെ ആ മെറ്റീരിയൽ എടുത്ത് റീസൈക്കിൾ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് നേച്ചറിന് അത് വേസ്റ്റായിട്ട് മാറും. വേസ്റ്റായിട്ട് പിന്നീട് മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ നോക്കുമ്പോൾ പലരും പറയാം അതിൻ്റെ വേസ്റ്റ്. സത്യത്തിൽ ഇതിപ്പോൾ ഞങ്ങൾ ഡിസൈനേഴ്സ് ഞങ്ങൾ സൈറ്റിലായാലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് വെറുതെ ഡംപ് ചെയ്യാൻ പറ്റില്ല. അത് വേറെ എന്തെങ്കിലും മാർഗത്തിൽ അവർക്ക് സപ്ലയർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, അവർക്ക് തന്നെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണെങ്കിൽ ഇതൊക്കെ എത്ര കാലം എടുക്കും ഈ സ്മാർട്ട് ക്ലാസും കാര്യങ്ങളൊക്കെ? അതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഇവിടെ അവൈലബിൾ ആയി തുടങ്ങും. കാരണം ഇപ്പം നമ്മളിപ്പം വർണ്ണയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പല സാധനങ്ങളും പലതും ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്ന സാധനങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം. അത് കൃത്യമായിട്ട് നമുക്ക് എത്തിക്കലാണ് ചെയ്തു തരാറ്. അതിപ്പം ഫൈസലായിട്ട് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്, അത് ആള് ചെയ്യാറുണ്ട്. അപ്പം അതിൽ ഞാൻ സന്തോഷമാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്യൂച്ചർ കാര്യങ്ങൾ സംസാരിച്ചാലോ സർ? അതായത് ജീവിതത്തിലും ജോലിയിലും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക്, അതായത് എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക, ഡൈനാമിക് ആയിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇനി ഒരു 5 വർഷത്തിനപ്പുറം ഈ ഓഫീസും വീടും തമ്മിലുള്ള ഡിസൈനേഴ്സിന്റെ
അതായത് ഡിസൈൻ ചെയ്യണതിന്റെ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കില്ലേ? അപ്പോൾ അതെങ്ങനെയാണ്, അതിന് സ്ഥലങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടും ഇതിനു വേണ്ടിയിട്ട്? ഓക്കെ, അതിലിപ്പോൾ ആദ്യം ഓഫീസിൻ്റെ എടുക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ളത് എന്താ വെച്ചാൽ പണ്ട് ഹൈറാർക്കി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതായത് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ടീം മാനേജർ അങ്ങനെ പല ഹൈറാർക്കിയിലായിരുന്നു. അതിൻ്റെ ഡിസൈനിങ്ങിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറി. എല്ലാവരും ഓൾമോസ്റ്റ് ഒരുമിച്ചിരിക്കുക, എല്ലാവരും അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരാളെ റൂംസായിട്ട് തിരിക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായി. മേ ബി വൈസ് അല്ലെങ്കിൽ പ്രസിഡൻറ്റോ അവരുടെയൊക്കെ റൂംസ് മാത്രമാണ് റൂമായിട്ട് കണക്കാക്കുക. ബാക്കി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ആ ടീം വർക്കിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്പേസ്, അത് സ്പേസിൽ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഭയങ്കര ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വന്നിരുന്നു. പിന്നെ കോവിഡിന് ശേഷം എന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറേ കൂടി ചെറിയ ഓഫീസുകളായി. ആ ഓഫീസ് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന ഡിസ്കഷൻ ടേബിൾ പോലെയായി. പക്ഷേ അങ്ങനത്തെ സ്പേസ് വരുന്ന സമയത്ത് നമുക്കൊരു കോൾ വന്നാൽ പോലും നമ്മൾ എടുക്കണതെന്ന് വെച്ചാൽ ഫോൺ ബൂത്തുകൾ ചെയ്തു. ഇപ്പോഴത്തെ ഡിസൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എനിക്കൊരു കോൾ വന്നാൽ ഞാൻ പോയിട്ട് ഫോൺ ബൂത്തിൽ പോയിരുന്നിട്ട് ചെയ്യണം. പക്ഷെ അതൊരു ഹോളായിരിക്കും അങ്ങനത്തെ രീതിയിൽ ഓഫീസുകൾ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഓരോ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ അതിലിപ്പോൾ കുറച്ചും കൂടി മാറ്റം സംഭവിച്ചു. കോവിഡിനൊക്കെ ശേഷം പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ രീതികളായി കഴിഞ്ഞപ്പോൾ ഹബ് ആൻഡ് സ്പോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റായി. അതായത് മെയിൻ ടീം ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടാവും, സ്പോക്ക് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കാം, പല സ്ഥലങ്ങളിലായിരിക്കാം. അപ്പം അവിടെ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയെ, അവിടെ ഗ്യാദർ ചെയ്യുക, അങ്ങനത്തെ രീതിയെ. അപ്പം ഇതൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വർക്ക് ഫ്രം ഹോം സ്ട്രോങ് ആയി. അപ്പം നമുക്ക് ഇതൊക്കെയാണ് സംഭവം. ഇനി വീടുകളിലേക്ക് വരുന്ന സമയത്ത് വീട് മൊത്തം മാറിക്കൊണ്ടിരിക്കുക. മുമ്പത്തെ രീതിയിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കുറേ കൂടിയും കിച്ചൺ ലിവിങ് റൂമിൻ്റെ ഒരു സ്പേസ് ഒരു ഭാഗമായി മാറി തുടങ്ങി. ഓപ്പൺ കിച്ചൺ എന്താണെന്ന് വെച്ചാൽ അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഒരു സംഭവം കൂടിയാണ്. അതായത് കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പണ്ടത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർ കുക്ക് ചെയ്യുക അങ്ങനത്തെ രീതിയായിരുന്നു. ഇപ്പം എന്ന് പറയുന്നത് ഇപ്പം ഒരു കപ്പിളിനെ എടുക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ചാണ് കുക്ക് ചെയ്യണത്. അവർ ചിലപ്പോൾ ഒരുമിച്ചാണ് വർക്കുകൾ ഷെയർ ചെയ്യുന്നത്. അപ്പം അത് തന്നെ മാറ്റത്തിൻ്റെ ഭാഗം. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഡിസൈൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല രീതികളുണ്ട്, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കുറേ കൂടി യങ് കപ്പിൾസ് ഇപ്പോൾ ചെയ്യുന്നത് എന്നെ ഓപ്റ്റ് ചെയ്യാറുള്ളത്, നമ്മൾ അവരുടെ അടുത്ത് നമുക്ക് ഫാക്ട് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടുപേരും കുക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വീടുകൾ ഓപ്പൺ സ്പേസ് ആവും. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇൻട്രാക്ട് ചെയ്യും. ആദ്യം നമ്മൾ ക്ലൈൻറ്റിനെ മനസ്സിലാക്കിയാലേ നമുക്ക് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഒരു ഡിസൈനർ അല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ അറിയുക, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മളെല്ലാ ദിവസവും ഡിസൈനിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ കുറേ കൂടിയും റിഫൈൻഡാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം നമ്മൾ സാധാരണ എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അവരായിട്ട് സംസാരിച്ചിട്ട് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒത്തുപോകുമെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം പറഞ്ഞു വരുന്ന ഈ വിഷയത്തിലേക്ക് വരാം. ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ കോൺസെപ്റ്റിൽ ഇപ്പോൾ ഞാൻ ഒരു 3 ഫ്ലാറ്റുകളാണ് ഇപ്പോൾ 26-ലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പ്രോജക്റ്റുകൾ. ആ 3 ഫ്ലാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ ബിൽഡറിൻ്റെ നിന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ടോയ്ലറ്റിൻ്റെ സ്പേസുകൾ മാത്രം ലോക്ക് ചെയ്തിട്ട് വാങ്ങിക്കുകയാണ്. ഉള്ളിലത്തെ വാൾസ് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കുക. 26-ൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണ പ്രോജക്റ്റ് എൻ്റെ. അപ്പം അതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ടോയ്ലറ്റിൻ്റെ സ്പേസ് എന്തായാലും എല്ലാവർക്കും കോമണാണ്. അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഉള്ളിലത്തെ സ്പേസ് ഉണ്ടല്ലോ, ആ വാൾസ് ഇവരെ കൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യിപ്പിക്കില്ല, നമ്മളാണ് കൺസ്ട്രക്ഷൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ വാളിൻ്റെ തിക്നെസ് മാറ്റി അത് പാനൽസാണ് ചെയ്യണത്. അപ്പം ഇപ്പോൾ ഒരു കപ്പിളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുഞ്ഞു കുട്ടികളാണ് 2 പേരെന്ന് വെച്ചാൽ അവർ വലുതാവും. ഈ വലുതാവുന്നതിൻ്റെ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ശരിക്കും ഗ്രോയിങ് സ്പേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളത് ഓൾറെഡി അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ മാറ്റം ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന പോലല്ല, ലൈക്ക് നമ്മളിപ്പോൾ ഒരു 5 വർഷം കൂടുമ്പോൾ ഒന്നും കൂടിയും റീഡിസൈൻ ചെയ്യുക. അത് കുറേ കൂടിയും ഈസിയാണ്, ബുദ്ധിമുട്ടില്ല. അത് നമ്മളെന്ന് വെച്ചാൽ കോളം സ്ട്രക്ചറിൽ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ സാധാരണ വീടുകളാണെങ്കിൽ ലോഡ് ബെയറിങ് വാൾസാണ്, അതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്ലാറ്റുകൾ ഇപ്പം 3 പ്രോജക്റ്റിൽ അറ്റ് പ്രസൻറ്റ് ഡിസൈൻ ചെയ്ത് അത്
26-ലാണ് സ്റ്റാർട്ട് ചെയ്യണ പ്രോജക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റ് ഇപ്പോൾ അങ്ങനെ ചെയ്യണം. അത് ഗ്രോയിങ് സ്പേസസ് ആ കോൺസെപ്റ്റിൽ ചെയ്യണം. അപ്പം അതിലിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ആണെങ്കിൽ തന്നെ കിച്ചൺ അതൊരു ലിവിങ് സ്പേസ് ആക്കി മാറ്റിയേക്കുക ഇപ്പോൾ. അതായത് കിച്ചൻ്റെ സ്പേസും ഉണ്ട്, അതിൽ സീറ്റിങ്ങും ഉണ്ട്, അവർക്ക് TV കാണാം. അവിടെ കിച്ചൺ ഉണ്ട്. കിച്ചൺ ശരിക്കും ഓപ്പൺ കിച്ചൺ ഒക്കെയാണ്, പക്ഷെ അത് ആ സ്പേസിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരെ ലൈഫ്. അതിലായിരിക്കും, ആ ഒരു സ്പേസിലായിരിക്കും കൂടുതലും. കാരണം എന്താ വെച്ചാൽ കുക്ക് ചെയ്യണത് ആരാന്നറിയില്ല, മക്കളും കുക്ക് ചെയ്യും, വാഷ് ചെയ്യും, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളും ശരിക്കും അറിയണ്ടേ, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടായിരിക്കും ആ ഫ്ലാറ്റുകൾ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിപ്പിക്കൽ നമ്മൾ കുറേ സ്ഥലത്ത് ബെഡ് ഇങ്ങനെ ചെയ്തു, അതല്ല, അത് ഇഷ്ടമുള്ളവർക്കും അങ്ങനത്തെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. പണ്ടത്തെ മോഡലാണോ കൂടുതൽ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്, അതോ സാറിനോട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്? ഇതിലെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. ഇപ്പം ഈ പാറ്റേണിലുള്ള ആൾക്കാർക്ക് അവർ ചിലപ്പോൾ നൊസ്റ്റാൾജിക്ക് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞ് വരാണെങ്കിൽ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യും. അതുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചെയ്യും. നമ്മളൊരു ഡിസൈനറായിട്ട് നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഡിസൈൻ ചെയ്യണം. പിന്നെ ചിലർക്ക് എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റൊക്കെ എക്സൈറ്റിംഗ് കോൺസെപ്റ്റുകളാണ്, ഇങ്ങനത്തെ ഗ്രോയിങ് സ്പേസസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രോജക്റ്റും അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം ആ മെറ്റീരിയൽ എന്തായിരിക്കണം എന്ന് വലിയൊരു ചലഞ്ചാണ്. ഞാൻ നിങ്ങളുടെ ടീമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് തരാവുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ചിലത് വരുന്ന പുതിയ പ്രോഡക്റ്റുകളുണ്ട്, ആ പ്രോഡക്റ്റുകൾ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും അടുത്ത വർഷം. അപ്പോൾ അതിനു വേണ്ടി നിൽക്കണം. അതൊരു എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്, നമ്മളെ സംബന്ധിച്ചോളം ചലഞ്ചിങ് ആണ്. കാരണം അത് ഡിസൈൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടും ചലഞ്ചിങ്ങുമാണ് അങ്ങനത്തെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്റ്റും ഫ്യൂച്ചർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ നാടോടുമ്പോൾ അതിന് മുമ്പേ ഓടാനാണ് ശ്രമിക്കണേ. ഉറപ്പായിട്ടും. കാരണം ട്രെൻഡുകൾ മാറാണ്. ഇപ്പോൾ സ്പേസുകൾ തന്നെ കുറേ കൂടിയും എല്ലാവരും ഇപ്പം തന്നെ ചെയ്യാൻ ക്രിയേറ്റിവിറ്റി ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് കുറേ പേര്. കാരണം എന്താ വെച്ചാൽ ആ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി അവർക്കുള്ള സ്പേസുകൾ നമ്മൾ ചില സ്ഥലങ്ങൾ നമുക്ക് എന്ന് പറയുന്നത് എല്ലാം ഭയങ്കര ഡിസിപ്ലിനായ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ കുത്തിമറിഞ്ഞ് ജീവിക്കണം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് എല്ലാതും വെച്ച് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതുണ്ട്, ആ പക്ക ഡിസിപ്ലിൻ ഉണ്ട്. അതല്ലാണ്ട് ഭയങ്കര ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത് അവരെ വളരെ അലങ്കോലമായിട്ട് ഇടുന്നല്ലോ പറയും. പക്ഷേ അത് നമ്മൾ ക്ലാസിക് എങ്ങനെ അത് ഭംഗിയിൽ അതിനെ ഉപയോഗിക്കാന്നുള്ള അങ്ങനത്തെ സ്പേസുകൾ അതൊക്കെ ചലഞ്ചിങ് ആണ്. അപ്പം എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. ഒരു ഡിസൈനർ എന്ന നിലയ്ക്ക് സാറിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു ക്ലയൻസ് സാറിൻ്റെ അടുത്ത് സാറിന് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് സാർ ഇത്രയും ലീഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണല്ലോ, അപ്പോൾ സാറിന് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു വീട് ചെയ്തു തരാനായിട്ട് ക്ലയൻസ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള? ഇപ്പം കൂടുതലും അങ്ങനത്തെ പ്രോജക്റ്റാണ് ചെയ്യുന്നത് കൂടുതലും. അതായത് കാരണം നമ്മളിപ്പം ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഓൾമോസ്റ്റ് 25th ഇയറാണ്. അപ്പം ഞാൻ ഡിസൈനിങ് ഞാൻ 2000 സ്റ്റാർട്ട് ചെയ്തതാണ് ഡിസൈനിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ കുറേ പ്രോജക്റ്റുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മുടെ സ്റ്റൈലുകളും ശൈലികളും ഇഷ്ടപ്പെടുന്ന പലരുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കൂടുതൽ എക്സൽ ചെയ്ത് നിൽക്കുന്നത് ഇപ്പം വീടുകൾ ചെയ്യുന്നത് അത് എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കണേ. കാരണം എന്ന് വെച്ചാൽ ഓരോ പ്രോജക്റ്റും നമ്മളെ കിഡാണ്, ഓരോ പ്രോജക്റ്റും. അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പെയിൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ നമ്മളൊന്ന് കൺസീവ് ചെയ്ത് ഒരു ഡെലിവറി ചെയ്യണ മാതിരിയുള്ള ഒരു ഫീല് എടുത്താൽ മതി. അത് നമ്മുടെ അത് നമ്മുടെ കിഡായിട്ട് തന്നെ കൂട്ടുക. കാരണം ആ പ്രോസസ്സില്ലേ, ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും പ്രോജക്റ്റ് റൺ ചെയ്യുന്ന പീരീഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബേബീനെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, നിങ്ങളെന്നല്ല നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതേമാതിരിയാണ് ആ പ്രോജക്റ്റിൽ നമുക്ക് കിട്ടുന്നത്, ഓരോ പ്രോജക്റ്റിലും. അപ്പം അതിന്റെ ഒരു ത്രില്ലുണ്ട്. തീർച്ചയായിട്ടും. ഇതെന്താ വെച്ചാൽ കാരണം നമ്മളുടെ ഒരു പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റോളില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ക്ലയൻ്റായിട്ട് സംസാരിക്കുമ്പോഴും
ചില ക്ലയൻസ് ഉണ്ട്, അവർക്ക് അവരുടെ ഡിസൈൻ മാത്രം വേണ്ടു എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ട, അത് നമ്മുടെ സ്പേസ് ഇല്ല. കാരണം നമ്മൾ ഓരോ പ്രോജക്റ്റും നമുക്കും ഇഷ്ടം കൊണ്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് ഫീസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രോജക്റ്റിനും നമ്മൾ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാ സപ്ലയേഴ്സായിട്ട് നമ്മൾ റിവ്യൂ ടാർഗറ്റ് മീറ്റിങ്സ് വെച്ചിട്ടാണ് നമ്മൾ പോവാറ്. നമ്മുടെ പ്രോജക്റ്റുകൾ ഡിസൈൻ മാത്രം ചെയ്താൽ പോരാ, അവരുടെ പ്രോജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ പ്രോജക്റ്റുകൾ റൺ ചെയ്യുക. അപ്പം ഞാൻ പരമാവധി എൻ്റെ സൈറ്റിൽ ഫസ്റ്റ് കിക്ക് ഓഫ് മീറ്റിങ്ങിന് ഞാൻ ട്രൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ സപ്ലയേഴ്സിനെയും വെൻഡേഴ്സിനെയും എല്ലാവരെയും, ഇപ്പം നിങ്ങളുടെ ടീമിന് പലരും വിളിച്ചിട്ടുണ്ട്, മീറ്റിങ്ങിന് വിളിക്കും. ആ മീറ്റിങ്ങിന് വിളിച്ചിട്ട് നമ്മൾ പ്രോജക്റ്റ് ഇതാണ് ഡീറ്റെയിൽ ചെയ്യും. ഇത് ഇനി ഈ ടീമിൽ ആരൊക്കെയാണ് വന്നതെന്നുള്ളത് ക്ലയൻറ്റ് പറയും. കാരണം ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാ കൺസ്ട്രെയിൻ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ്സ് തരുന്ന ആളാവണം. അത് പ്രോഡക്റ്റ് വെൻഡർ ലിസ്റ്റിൽ ഇനി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർ അവരുടെ ഒരു ടൈം ലൈൻ എടുത്ത് അവർ കൃത്യമായിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരും പങ്കെടുക്കും. ഇവരെല്ലാവരും ടീം വന്നിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യണത് ഇത് നമ്മളുടെ ഒരു ലൈക്ക് ഒരു സിനിമ, എല്ലാവരും കൂടിയല്ലല്ലോ ഒരു സിനിമ നടക്കുള്ളൂ. അതുമാതിരി നമ്മൾ ഈ എല്ലാ പ്രോജക്റ്റ് ഇതൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ അടുത്ത് പറയും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനോ കോർൽ ചെയ്യാനോ അല്ല വന്നിട്ടുള്ളത്. നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല സംഭവം ഡെലിവറി ചെയ്യണം. അപ്പം ഈ ടാർഗറ്റ് കൊടുത്ത് റിവ്യൂ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് അന്നത്തെ ദിവസം എല്ലാവരും സംസാരിച്ച് പിരിഞ്ഞു പോകണം, അടുത്തതിന് ടാർഗറ്റ് വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ പ്രോജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി എല്ലാ പ്രോജക്റ്റും എന്നല്ല, ചില പ്രോജക്റ്റുകൾ വഴിത്തിരിഞ്ഞൊക്കെ പോവാം. കാരണം നമ്മുടെ ടൈം ലൈൻ, നമ്മുടെ ടൈമും സ്കെഡ്യൂളൊക്കെ തെറ്റാം. അപ്പം അതൊക്കെ ഉണ്ട്. പക്ഷെ പരമാവധി അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.